വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 10th ജാനുവരി 2023 നടന്ന SSC GD എക്സാമിൻ്റെ ഷിഫ്റ്റ് 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമ്മിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബെഡ് ഓഫ് റോസസ് ആണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി, കംഫർട്ടബിൾ, ഹാപ്പി ലൈഫ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്, എ പ്ലസൻറ്റ് condition of life. Next question, select the most appropriate meaning of the given idiom. അപ്പോൾ ഇതിലും നമുക്ക് തന്നിട്ടുള്ള ഇഡിയമ്മിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബാഗ് ആൻഡ് ബാഗേജസ് എന്നുള്ളതാണ്. ബാഗ് ആൻഡ് ബാഗേജസിൻ്റെ മീനിങ് കുറേ ബാഗുകൾ ഉണ്ടെന്നുള്ളതല്ല, നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുക്കൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വിത്ത് ഓൾ ദ ബിലോങ്ങിങ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. Next question, select the most appropriate option to fill in the blanks. Alas, the forest turned into a dash land. അപ്പോൾ ഫോറസ്റ്റ് ഒരു ഒഴിഞ്ഞ സ്ഥലമായിട്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബെയർ എന്നുള്ള വേർഡ് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, BARE. അതാണ് ഒഴിഞ്ഞത് എന്നുള്ള മീനിങ് വരുന്നത്. ബിയർ എന്നുള്ളത് ഒരു ആൽക്കഹോളിക് ബെവറേജ് ആണ്, അത് മാൾട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ സി ബെയർ എന്നുള്ളത് കരടി എന്നുള്ളൊരു മീനിങ്ങും പിന്നെ ക്യാരി എന്നുള്ള മീനിങ്ങും ആണ് വരുന്നത്. ബയർ കൺസ്യൂമർ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ഇഫ് ദർ ഇസ് നോ നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്, സെലക്ട് നോ സബ്സ്റ്റിറ്റ്യൂഷൻ. ദ ടേർട്ടിൽ ക്യാൻ ലിവ് ഇൻ വാട്ടർ ആസ് വെൽ ആസ് ലാൻഡ്. അപ്പോൾ ടേർട്ടിലിന് വെള്ളത്തിലും ലാൻഡിലും ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒരു പ്രപ്പോസിഷൻ മിസ്സിങ് ആണ്. അപ്പോൾ ഇൻ വാട്ടർ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഓൺ ലാൻഡ് എന്നുള്ളതും കൂടി നമ്മുടെ ആൻസറായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി, ആസ് വെൽ ആസ് ഓൺ ലാൻഡ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. Baldness is quite very usual among youngsters these days. അപ്പോൾ കഷണ്ടി ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ കൂടുതൽ കാണപ്പെടുന്നു എന്നുള്ളത് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗെറ്റിംഗ് വെരി കോമൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ സിമിലർ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൺസീൽ എന്നുള്ള വാക്കാണ് തന്നിട്ടുള്ളത്. കൺസീലിൻ്റെ മീനിങ് വരുന്നത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി, ഹൈഡ് ആണ്. മാനിഫെസ്റ്റ്, ഡിസ്ക്ലോസ്, കൺഫെസ്, ഇത് മൂന്നും ഇതിൻ്റെ ആൻറ്റോണിംസ് ആണ്, അതായത് തുറന്നു പറയാന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ആൻറ്റോണിം, അതായത് ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹെർ ലൈവ്ലി ഡിമീനർ മേക്സ് ഹെർ ദ ഐഡിയൽ ചോയ്സ് ഫോർ ദിസ് ജോബ്. ലൈവ്ലി ഡിമീനർ എന്നുള്ള പറയുമ്പോൾ ഹാപ്പി അല്ലെങ്കിൽ ചിയർഫുൾ ആയിട്ടുള്ള സ്വഭാവം എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ ചിയർഫുള്ളിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഗ്ലൂമി അല്ലെങ്കിൽ സാഡ് ആണല്ലോ വരിക. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി, ഗ്ലൂമി ആണ്. ഓപ്ഷൻ എ, ഡ്രീമി എന്ന് പറയുമ്പോൾ സ്വപ്നതുല്യമായതും, സ്ലൈമി എന്നുള്ള സ്റ്റിക്കി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് വരേണ്ടത്. ഗ്രെയിനി എന്നുള്ളത് വരുമ്പോൾ തരിതരി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം, അതായിട്ടുള്ള ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്രൂവൽ എന്നുള്ളതാണ് നമ്മുടെ വാക്ക്. അതിൽ ബ്രൂട്ടൽ, സാവേജ് എന്നുള്ള പറയുന്നത് അതിൻ്റെ സിനോണിംസ് ആണ്. ട്രങ്ക് എന്നുള്ള പറയുന്നത് നമ്മൾ മരത്തടീനെ പറയണതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി, കൈൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഒരു സ്പെല്ലിങ് നമുക്ക് തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സോൾവെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് SOLVENT ആണ്. സോൾവെൻറ്റ് അതിൻ്റെ മീനിങ് വരുന്നത് വിച്ച് ക്യാൻ ഡിസോൾവ് എനിത്തിങ് എന്നുള്ളതാണ്.
ഡ്രിബ്ലിംഗ് എന്നുള്ളത് പന്ത് തട്ടി കളിക്കുക, അതിനെയാണ് നമ്മൾ ഡ്രിബ്ലിംഗ് പറയുന്നത്. സ്ലൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എന്നുള്ളതാണ്. ടെമ്പറമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം, അതായിട്ടുള്ള ഓപ്പോസിറ്റ് വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റെഡ് ഫാസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ദൃഢമായത് അല്ലെങ്കിൽ അചഞ്ചലമായത് എന്നുള്ളതാണ്. അപ്പോൾ അൺവേവറിങ്, ഇമ്മൊബൈൽ, ഇതൊക്കെ സ്റ്റെഡ് ഫാസ്റ്റിൻ്റെ സിനോണിംസ് ആണ്. ഡിപ്പെൻഡബിൾ എന്നുള്ള പറയുമ്പോഴും സ്ട്രോങ് എന്നുള്ളതല്ലേ വരുന്നത്, അപ്പോൾ സ്റ്റെഡ് ഫാസ്റ്റിൻ്റെ സിനോണിമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഡിസോണസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് മേക്ക് ദ സെൻറ്റൻസ് മീനിങ്. അപ്പോൾ നമ്മൾക്ക് ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യലാണ് നമുക്ക് ചെയ്യേണ്ടത്. ദേ വർ നോട്ട് ഡാഷ് ടു ഈറ്റ് ഡ്യൂറിങ് ദ ഡാഷ്. അപ്പോൾ അനുവദിച്ചില്ല എന്നുള്ളതല്ലേ വരേണ്ടത്, അപ്പോൾ അലൗഡ് എന്നുള്ള വരേണ്ടത് ALLOWED ആണ്. ടു ഈറ്റ് ഡ്യൂറിങ് ദ ബ്രേക്ക്, ബ്രേക്ക് എന്നുള്ളത് ബ്രേക്ക് ടൈം എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ BRAKE നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. BRAKE നമ്മൾ വെഹിക്കിളിൻ്റെ ബ്രേക്കിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അലൗഡ് ആൻഡ് ബ്രേക്ക് ആൻസർ വരേണ്ടത് ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ളതിൻ്റെ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ പോസിബിൾ റിസൾട്ട്സ് ഓഫ് ആൻ ആക്ഷൻ. അപ്പോൾ റിസൾട്ട് എന്നുള്ളതാണ് വരുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള പറയുമ്പോൾ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് വരുന്നത്. ഡിസിഷൻ തീരുമാനമാണ്. കോസേഷൻ എന്ന് പറയുമ്പോൾ കാര്യകാരണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വേർഡ് വരേണ്ടത് ഓപ്ഷൻ C റാമിഫിക്കേഷനാണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള വാക്കിൻ്റെ സിനോണിം, അതായത് സിമിലർ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാങ്ക്രപ്റ്റ് എന്നുള്ളത്, ബാങ്ക്രപ്റ്റിൻ്റെ മീനിങ് വരുന്നത് നിർധനൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ഇൻസോൾവൻ്റ് ആണ്. വെൽ ഓഫ് എന്ന് പറയുമ്പോൾ റിച്ച് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇൻവേർട്ട് എന്ന് പറയുമ്പോൾ തിരിച്ചു നിർത്തുക എന്നുള്ളതും. കെയർലെസ് അശ്രദ്ധയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ഇൻസോൾവൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസിലെ ഒരു വേർഡ് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ആണ് തന്നിരിക്കുന്നത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ഒക്കേഷൻ ആണ്. ഒക്കേഷൻ്റെ സ്പെല്ലിംഗ് വരുന്നത് OCCASION ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് എന്നുള്ളതാണ്. അതിൽ ഇഗ്നോറൻസ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് അറിവില്ലായ്മയും. മിസ് സ്പെല്ല് എന്നുള്ള പറയണത് സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്നുള്ളതും. ഹറാസ് എന്നുള്ളത് ശല്യം ചെയ്യുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻറ്റു 4 സെഗ്മെൻറ്റ്സ്. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ എറർ. അപ്പോൾ ഇത് എറർ സ്പോട്ടിംഗ് ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള 4 പാർട്ടിൽ ഒരു പാർട്ടിൽ എറർ ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നന്ദു വിൽ ലീവ് ഫോർ ദി എയർപോർട്ട് ആസ് സൂൺ ആസ് എ ടാക്സി അറൈവ്. അപ്പോൾ ഇതിൽ എറർ വരുന്നത് പാർട്ട് എയിലാണ്. എ ടാക്സി അറൈവ്സ് ആണ് വരുന്നത്. ആസ് സൂൺ ആസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് V1 ഫോമാണ്. അപ്പോൾ അറൈവ്സ് ആണ് ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ആണ്. അപ്പോൾ നമ്മുടെ ഈ പാസേജിൽ കുറേ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്, അത് ഫില്ലപ്പ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ നാച്ചുറൽ ഗ്യാസ് ബാരിയർ ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ കോൾഡ് ദി ഓസോൺ ലെയർ ഡാഷ് പീപ്പിൾ ആൻഡ് അതർ ലിവിങ് തിങ്സ് ഫ്രം ദ സൺസ് ഹാംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അപ്പോൾ സണ്ണിൻ്റെ ഹാംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ നിന്ന് രക്ഷിക്കുന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പ്രൊട്ടക്റ്റ് എന്നുള്ള വേർഡോ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും വേർഡാണ് നമുക്ക് ഈ ബ്ലാങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ഷീൽഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓസോൺ എക്സിസ്റ്റ് ഇൻ ടൈനി കോൺസെൻട്രേഷൻ ഡാഷ് ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കാണുന്നു എന്നുള്ളതല്ലേ വരേണ്ടത്. അപ്പോൾ അവിടെ ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ഇൻ ആണ്. ബിലോ അണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എന്നുള്ളതാണ്. ത്രൂ ഔട്ട് എന്നുള്ള പറയുമ്പോൾ ഉടനീളമാണ്. അപ്പോൾ ഇൻ ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് വൺ, but the majority, about 90%, is found in the stratosphere, a layer
that is 10 to 50 kilometers dash the surface of the earth. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ കാണുന്നത് എർത്തിൻ്റെ സർഫസിൻ്റെ 10 to 50 കിലോമീറ്റേഴ്സ് മുകളിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി എബവ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, the ozone layer is essential to life on earth because it dash out the majority of sun's harmful UV rays. അപ്പോൾ സണ്ണിൻ്റെ ഹാംഫുൾ UV റേസിനെ തടുക്കുന്നു എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്ലോക്സ്. നെക്സ്റ്റ് വൺ, in the 1970s researchers dash that the ozone layer was thinning. അപ്പോൾ 1970s അവരത് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് പാസ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ലേൺഡ് ആണ്, ഓപ്ഷൻ സി ലേൺഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.